ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾക്ക് നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാം. എത്ര വലിയ ക്രോധത്തെയും അലിയിച്ചു കളയാൻ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് കാലം തെളിയിച്ച നിമിഷം. ഹിരണ്യകശിപിനെ നിഗ്രഹിച്ച ആ നഖങ്ങൾ പ്രഹ്ലാദന്റെ നെറുകയിൽ തലോടിയപ്പോൾ അത് വെറും വാത്സല്യമായി മാറി. അലറുന്ന സിംഹത്തെ പോലെ പാഞ്ഞെടുത്ത ഭഗവാൻ പ്രഹ്ലാദന്റെ മുൻപിൽ ശാന്തനായി. ഒരു കുഞ്ഞിനെ തലോടുന്ന അച്ഛനെ പോലെ അവനെ മടിയിലിരുത്തി. ആ വലിയ കൈകൾ ആ കുഞ്ഞു ശരീരത്തെ ചേർത്ത് പിടിച്ചപ്പോൾ അലിഞ്ഞുപോയത് പ്രഹ്ലാദന്റെ പേടിയല്ല, മറിച്ച് ഭക്തനും ഭഗവാനും തമ്മിലുള്ള അകലമായിരുന്നു. ലോകം മുഴുവൻ വിറപ്പിച്ച ആ നഖങ്ങൾ തൻ്റെ തലയിൽ സ്പർശിക്കുമ്പോൾ പ്രഹ്ലാദൻ അറിഞ്ഞു, ഇത് സംഹാരമല്ല, സ്നേഹമാണ്, കരുതലാണ്. ഈ ചേർത്ത് പിടിക്കലിൽ ഒരു ഉറപ്പുണ്ട്. നീ തനിച്ചല്ല, നിനക്ക് കാവലായി ഞാനുണ്ട് എന്ന വലിയ സത്യം. ഭക്തന്റെ വേദന അകറ്റാൻ ഏതു രൂപമെടുക്കാനും തയ്യാറായ ഭഗവാന്റെ ആ ദിവ്യാലിംഗനം നമുക്ക് നൽകുന്നത് വലിയൊരു ആശ്വാസമാണ്. പ്രഹ്ലാദൻ കണ്ടത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹമായിരുന്നു. കാർക്കശ്യമുള്ള രൂപത്തിനുള്ളിലും അലിഞ്ഞു ചേരുന്ന കരുണയുണ്ടെന്ന് ആ സ്നേഹസ്പർശം ലോകത്തിന് കാട്ടിക്കൊടുത്തു. നമ്മുടെ പ്രാർത്ഥനകൾ സത്യമാണെങ്കിൽ തളരുമ്പോൾ താങ്ങാനും ഭയക്കുമ്പോൾ ചേർത്ത് പിടിക്കാനും ആ ഭഗവാൻ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. സകല ദുഃഖങ്ങളും മറന്ന് ആ തിരുമാറിൽ അഭയം പ്രാപിക്കുന്ന കുഞ്ഞു പ്രഹ്ലാദനെ പോലെ നമുക്കും ആ പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ.